ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. നമുക്ക് 2% ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടുന്ന ഒരു കാർഡായിരുന്നു. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമ്മുടെ CSBയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു UPI റൂപേ ക്രെഡിറ്റ് കാർഡായിരുന്നു. നമുക്ക് ഫിസിക്കൽ കാർഡും കിട്ടും, റൂപേയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡായിരുന്നു. ഞാൻ അതിന് ഓൾറെഡി അൺബോക്സിംഗ് കാർഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേരിയൻ്റാണ് നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് എന്ന് പറഞ്ഞ കാർഡ്. ആക്ച്വലി പ്ലസ് എന്ന് പറഞ്ഞ കാർഡ് ഇത് പുതിയ ആൾക്കാർക്ക് കിട്ടില്ല. ഓൾറെഡി എഡ്ജ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് എഡ്ജ് പ്ലസ് കാർഡായിട്ട് അപ്ഗ്രേഡ് കിട്ടുക. അതായത് ഒരു അപ്ഗ്രേഡ് ഓഫറാണ് വന്നിരിക്കുന്നത് തൽക്കാലത്തേക്ക്. ഇനി പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ ഡയറക്റ്റ്ലി എഡ്ജ് പ്ലസ് കാർഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരും. ഞാൻ എന്തായാലും താഴെ നമ്മുടെ നോർമൽ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് പ്ലസ് അല്ല നോർമൽ എഡ്ജ് ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽ കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയം കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡറി ഫോണിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നോർമൽ നമ്മുടെ എഡ്ജ് കാർഡിൻ്റെ ഇതിൽ വന്നേക്കുന്നത്. ഇതിലുണ്ട് നമുക്ക് അപ്ഗ്രേഡ് ഓഫർ വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഈ അപ്ഗ്രേഡ് ഓഫറിൽ അപ്ഗ്രേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഏർലി ആക്സസ് ഓഫർ വന്നേക്കുന്നുണ്ടോ. ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് നമുക്ക് 10% ക്യാഷ് ബാക്ക് ഓൺ അവരുടെ ടോപ്പ് ബ്രാൻഡ്സ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഏജിയോ, ട്രെൻഡ്സ്, ടാറ്റ ക്ലിക്ക്, ക്രോമ, നൈക്ക ഡിജിറ്റൽ, റിലയൻസ് ഡിജിറ്റൽ, സാറ, സൂഡിയോ, വെസ്റ്റ് സൈഡ്, ഇതിലൊക്കെ നമുക്ക് 10% ഡിസ്കൗണ്ടും മാക്സിമം നമുക്ക് ക്യാപ്പിംഗ് ഉണ്ട്. ഒരു മാസത്തിൽ 1500 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. ബാക്കി എണ്ണത്തിൽ 5% ക്യാഷ് ബാക്ക് ആണ്. അതായത് മേക്ക് മൈ ട്രിപ്പിൽ, ഈസ് മൈ ട്രിപ്പിൽ, യാത്ര, ക്ലിയർ ട്രിപ്പിൽ ഇട്ടാ. പിന്നെ അതിനുണ്ട് ക്യാപ്പിംഗ് 1000 രൂപ മാസം പറ്റുള്ളൂ. പിന്നെ ബാക്കി എല്ലാത്തിലും 1% കേട്ടോ, നോർമൽ പോലെ തന്നെ എവരിത്തിങ് എൽസ് അതിലും നമുക്ക് ക്യാപ്പിംഗ് ഉണ്ട് 1000 രൂപ പെർ മാസം തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ചേഞ്ചിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ എഡ്ജ് കാർഡിൽ നിന്നും ഇതിൽ ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നോർമൽ ആകുമ്പോൾ മുമ്പ് 2% ആയിരുന്നു, ഇപ്പോൾ 10% പിന്നെ മുമ്പ് ട്രാവലിംഗിൽ 0.4 ആയിരുന്നു, ഇപ്പോൾ 5%. ബാക്കി എല്ലാത്തിനും 0.4% ആയിരുന്നു, ഇപ്പോൾ 1%. അപ്പോൾ അതാണ് ബെനിഫിറ്റ് വരുന്നത്. അഡീഷണൽ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേ ലേറ്റർ വിത്ത് EMI ഫീച്ചർ വരുന്നുണ്ട്. സേവ് 1% ഓൺ ഫ്യൂവൽ സ്പെൻസിന് നമുക്ക് വരുന്നുണ്ട്. പിന്നെ UPI, അത് പവർ ഓഫ് UPI, അത് സംഭവം അതിലും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏർലി ആക്സസ് കൊടുത്തു നോക്കാം. പക്ഷേ ഇതിൽ നമുക്കൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഒരു അപ്ഗ്രേഡ് ഓഫർ ആയിട്ട് 499 രൂപയുടെ ഒരു ഇനീഷ്യൽ ഒരു ഫസ്റ്റ് ടൈം പേയ്മെൻറ്റ് വരുന്നുണ്ട്. അത് മാത്രമാണ് ഇതൊരു ഇതായിട്ട് തോന്നിയത്. അത് നമുക്ക് അപ്ഗ്രേഡ് ഫോർ ജസ്റ്റ് ₹499 കാണിക്കുന്നുണ്ട്, ലിമിറ്റഡ് പീരിയഡ് ടൈമിലാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വൗച്ചർ 2500 രൂപയുടെ ഒരു വൗച്ചറും കൂടി കിട്ടും. അതായത് നമുക്ക് സ്നിച്ചിൻ്റെ 500 രൂപയുടെ ഒരു വൗച്ചർ, അല്ലെങ്കിൽ ഇക്സിഗോൻ്റെ 500 രൂപയുടെ, ഈസ്മൈ ട്രിപ്പിൻ്റെ, പിന്നെ ജിയോ സാവൻ്റെ, ഈസ്മൈ ഡിന്നറിൻ്റെ, ഈസ്മൈ ട്രിപ്പിൻ്റെ, അത്രയേ ഉള്ളൂ. EC ഡിന്നറിൻ്റെ 1 മന്ത് ഫ്രീ. പിന്നെന്താ ആവശ്യമുള്ള സംഭവമൊന്നും വലിയ കാണില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ 450 അത് നമ്മുടെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിലേക്ക് ഒന്നും ആഡ് ആവട്ടാ. അപ്പോൾ ഞാൻ അത് എടുക്കുന്നില്ല, എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. എന്തെങ്കിലും ഓൾറെഡി വേറെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡും അതുപോലെ തന്നെ ആമസോൺ കാർഡ് ആമസോണിൽ ഉപയോഗിക്കാൻ അതുണ്ട്. അപ്പോൾ ആ 10% ഡിസ്കൗണ്ട് നമുക്ക് പക്ഷേ മറ്റേലൊന്നും കിട്ടില്ല, ക്യാഷ് ബാക്ക് കാർഡിലൊന്നും കിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ ചാർജ് കൊടുക്കണ്ടേ. അപ്പോൾ അതാണ് സംഭവം. നോക്കുകയാണെങ്കിൽ നല്ല കിട്ടേണ്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആമസോണിൽ 10% ക്യാഷ് ബാക്ക് കാർഡൊക്കെ കിട്ടില്ലേ. 499 ഇനീഷ്യലി കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യമാണ് നമുക്കൊരു ഇത്. പക്ഷെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓഫറാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് എടുത്ത് നോക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നല്ലൊരു സംഭവമാണ്. എന്തായാലും ഇത് പുതിയ ആൾക്കാർക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നോർമൽ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഓഫർ കിട്ടും, അപ്ഗ്രേഡ് ഓഫർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഞാൻ എൻ്റെ ആപ്പ് തന്നെ കാണിച്ചത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നോർമൽ നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ആപ്പാണ്. അപ്പോൾ ഇതിലെനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ പെൻഡിങ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു UPI ഇതിനൊരു കോൺസൈഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ജൂപ്പിറ്റർ എഡ്ജിൻ്റെ UPI ഉണ്ടല്ലോ, UPI അത് നമ്മുടെ നോർമൽ ഇവരുടെ ആപ്പിൽ കൂടെയാണ് ഞാൻ നോർമലി പേ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കൂടുതൽ കിട്ടാം. പക്ഷേ ഇത് കുറേ സ്ഥലത്ത് ഈ സാധനം എടുക്കില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് ഇതിന് ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡിന്. ജൂപ്പിറ്ററിൻ്റെ UPIൻ്റെ ഈ ആപ്പ് ത്രൂ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഇത് ഡിസേബിൾ ആയിട്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും മിക്ക ആൾക്കാരും ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫേസ് ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അല്ലാത്ത പക്ഷം സാധനം നല്ല കാർഡ് തന്നെയാണ്. അപ്പോൾ തന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റോർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം, മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.